ടെക്നിക്കൽ ഏരിയയിലെത്തി. ഇപ്പോൾ വാഹന വ്യൂഹം അങ്ങനെ പുറത്തേക്ക് വരികയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കാണുന്നത്. രണ്ട് എക്സ്പോസ്റ്റുകളാണ് അദ്ദേഹം. ഒന്ന് രാഷ്ട്രീയം, മറ്റൊന്ന് വികസനം. വികസനം എന്നതിലൂന്നി തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങളിലേക്കുള്ള യാത്ര തുടരുന്നത്. വികസനമാണ് മന്ത്രം. അതിലൂന്നിയുള്ള പ്രവർത്തനങ്ങളാണ് എവിടെയും നടപ്പിലാക്കാറ്, എവിടെയും പറയാറും അതുതന്നെയാണ്. വികസിത ഭാരതം എന്ന വലിയ കൺസെപ്റ്റിൽ നിന്ന് വികസിത കേരളത്തിലേക്ക്, വികസിത അനന്തപുരിയിലേക്ക് പറന്നിറങ്ങുകയാണ് നരേന്ദ്രമോദി. എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ വാഹനങ്ങൾ, അതിന് പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനം. അതിന്റെ ആദ്യ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. തിരുവനന്തപുരം മുനിസിപ്പൽ ഭരണം പിടിച്ചെടുത്ത ശേഷം ഇതാ ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി അനന്ത പത്മനാഭന്റെ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ ദൃശ്യങ്ങൾ ജനം TV ക്യാമറയെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീങ്ങുകയാണ്. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നിരവധി വാഹനങ്ങൾ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ അനന്തപുരിയിൽ ആരംഭിക്കാൻ പോകുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 10,000-കണക്കിന് BJP പ്രവർത്തകർ തലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊരു സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നു. ഏപ്രിൽ മാസത്തിൽ ഈ സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനിരിക്കെ ഇതാ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ്. കൃഷ്ണരാജ്, കടന്നു പോകുന്ന വീഥികൾക്ക് പുളകമുണ്ട്, കുളിരണിയുന്നുണ്ട്. കാരണം കടന്നു വരുന്നത് പ്രധാനമന്ത്രിയാണ്, ഭാരതത്തിന്റെ പ്രധാന സേവകനാണ്. വികസനം എന്ന മന്ത്രമാണ് ഓരോ ദിക്കിലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അനന്തപുരിയിൽ പത്മനാഭന്റെ മണ്ണിൽ പ്രധാനമന്ത്രി വന്നിറങ്ങുമ്പോൾ ആ വിമാനത്തിന്റെ ചിറകവിടെ താഴ്ന്ന് റൺവേയിൽ തൊടുമ്പോൾ വികസനത്തിന്റെ പുതിയ ചിറക് വിടരുകയാണ് അനന്തപുരിയിൽ. എന്ത് സംശയമാണ് വേണ്ടത്? എന്തു പറഞ്ഞാലും അത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക്. അതിലൂന്നിയുള്ള വികസന പ്രവർത്തനങ്ങളിലൂടെ സജീവമായി മുന്നോട്ട് കുതിക്കുകയാണ് നമ്മുടെ ഭാരതം, നമ്മുടെ കേരളം, ഇനി നമ്മുടെ അനന്തപുരിയും. ഇതൊരു തുടക്കമാണ് ഗൗതം. കേരളത്തിന്റെ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കുവാൻ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സുപ്രധാനമായ പ്രഖ്യാപനം നടത്താൻ പ്രധാനമന്ത്രി എത്തുന്ന ഈ ദിവസം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഉജ്ജ്വലമായ മുഖമായ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമാണ് ജനുവരി 23. അങ്ങനെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച് ഈ രാഷ്ട്രം എല്ലാ കാലഘട്ടങ്ങളിലും ഓർമ്മപ്പെടുത്തുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ പരാക്രം ദിവസിൽ ഇതാ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശംഖുമുഖത്ത് ഇറങ്ങിയിരിക്കുന്നു. ഇനിയും ഏവരും ഉറ്റുനോക്കുന്നത് രണ്ട് വേദികളിലേക്കാണ്. ഒന്ന്, അദ്ദേഹം കേരളത്തിന്റെ വികസനത്തിന് കുതിപ്പേകുന്ന 3 വന്ദേ ഭാരത് സർവീസുകളും ഒരു പാസഞ്ചർ സർവീസും ഒപ്പം വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്ന ഒരു വേദി. മറ്റൊന്ന്, കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മറ്റൊരു വേദിയാണ്. അത് രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങളാണ്. ഇവിടെ ഗ്രൂപ്പിസമാകുന്ന അല്ലെങ്കിൽ മാച്ച് ഫിക്സിംഗ് നടത്തുന്ന അഖിലേന്ത്യാ തലത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ മറ്റൊരു വേർഷനായി കേരളത്തിൽ നിലകൊള്ളുന്ന 2 മുന്നണികൾക്കുള്ള മറുപടി ഉൾപ്പെടെ നടത്തുന്ന രാഷ്ട്രീയമായുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി, അതും പുത്തരിക്കണ്ടം മൈതാനം, ഈ 2 വേദിക്കും സാക്ഷ്യം വഹിക്കുകയാണ്. പുത്തരിക്കണ്ടം മൈതാനം ഒരു ചരിത്ര വേദിയായി മാറുകയാണ്. VV രാജേഷ് എന്ന മേയർ 45 വർഷങ്ങൾക്ക് ശേഷം നഗരസഭാ ഭരണമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന നിമിഷമാണ്. ആ നിമിഷത്തിനൊടുവിൽ പറഞ്ഞ വാക്കു പാലിച്ച്, പറഞ്ഞത് 45 ദിവസമാണ്. ആ 45 ദിവസത്തിന്റെ പകുതി പിന്നിടുമ്പോഴേക്കും പ്രധാനമന്ത്രി എത്തുകയാണ്. ഒന്ന്, രാഷ്ട്രീയപരമായി വികസനപരമായി എന്തൊക്കെ കേരളം കാത്തിരിക്കുന്നു, അനന്തപുരി കാത്തിരിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ച നമ്മളെ കാണാനിരിക്കുന്നു. മറ്റൊന്ന്, വികസന പദ്ധതികളുടെ തുടക്കം കുറിക്കലാണ്. 3 അമൃത് ഭാരത് ട്രെയിനുകൾ, തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ അടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, എക്സ്പോസ്റ്റിലൂടെ അദ്ദേഹം തന്നെ പറഞ്ഞ വികസന പദ്ധതികൾ. അങ്ങനെ ഒരു പിടി വികസന പദ്ധതികളിലൂടെ രാജ്യത്തെ, അതിലൂടെ കേരളത്തെ വികസനത്തിൻ്റെ പുതിയ തലത്തിലേക്ക് ഉയർത്തിക്കാട്ടുന്ന നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി. മറ്റൊരു വശത്ത് രാഷ്ട്രീയമായി തന്നെ വലിയൊരു തിരിച്ചുവരവിലേക്ക്, വലിയൊരു തിരിച്ചുവരവിൻ്റെ തുടക്കത്തിലേക്ക്, BJPയുടെ NDAയുടെ യുഗമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാലത്തിൻ്റെ തുടക്കം കുറിക്കാനെത്തുന്നത് അതേ നരേന്ദ്രമോദിയാണ് എന്ന് നമ്മൾ ഓർക്കണം. അതിൽ കേരളം, തിരുവനന്തപുരം, അനന്തപുരി ഒന്നാകെ അഭിമാനത്തോടെ കൈകൂപ്പി നിൽക്കണം. നോക്കൂ, പ്രധാനമന്ത്രിയുടെ ഈ വരവ് റോഡ് ഷോയ്ക്ക് വേണ്ടിയാണ്. 10,000 അവിടെ കാത്തുനിൽപ്പാണ്. അവരുടെ പ്രതീക്ഷകൾ നമ്മൾ കേട്ടതാണ്. ഈ മനുഷ്യൻ ഇവിടെ തുടക്കം കുറിക്കുന്നത് BJPയുടെ വിജയഗാഥയാണ്.